കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ തുടങ്ങിയ അക്രമം തുടങ്ങി ബാക്കി കേരളത്തിലെ എല്ലാ ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഏറ്റവും അവസാനം വന്നത് അടൂരിൽ ഒരു ഡിവൈഎഫ്ഐ നേതാവിനെ പോലീസ് പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടി തച്ചുകൊന്നാണ്. പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിച്ച് അയാളെ മരണകാരണമായ മർദ്ദനം അയാൾക്കുണ്ടായി എന്നാണ് അയാളുടെ കുടുംബം പരാതി പറഞ്ഞത്. അയാളുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീയെ പോലും ചവിട്ടിയെന്നാണ്, ക്രൂരമായി ചവിട്ടിയെന്നാണ് അയാളുടെ കൂടെ വന്നത്. ഡിവൈഎഫ്ഐ നേതാവിന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലിക്കൊല്ലുന്ന പോലീസാണ് കേരളത്തിലെ. അല്ലെങ്കിൽ എനിക്ക് പിണറായി വിജയനോട് പറയാനുള്ളത്, നിങ്ങൾ ആ സ്ഥാനത്ത് ദയവ് ചെയ്ത് തുടരരുതെന്നാണ്. നിങ്ങൾ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. കേരളത്തിൽ മുഴുവൻ നിരപരാധികളായ മനുഷ്യരെ പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുന്ന ഇത് സ്റ്റാലിന്റെ കാലത്തെ ഗുലാഗുകളാക്കി ഈ പോലീസ് സ്റ്റേഷനുകളെ മാറ്റി. സ്റ്റാലിന്റെ കാലത്ത് ഗുലാഗുകളുണ്ടായിരുന്നു. രാഷ്ട്രീയ എതിരാളികളെയും സാംസ്കാരിക പ്രവർത്തകരെയും എഴുത്തുകാരെയും എല്ലാം ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്ന ഗുലാഗുകൾ ഉണ്ടായിരുന്നു. ആ ഗുലാഗുകൾക്ക്, സ്റ്റാലിന്റെ കാലത്തെ ഗുലാഗുകൾക്ക് സമാനമായി കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുകയാണ്. ഈ അഭിനവ കേരള സ്റ്റാലിൻ കേരളം ഭരിക്കുന്ന കാലത്ത് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകന് വരെ ഇതാണ്. നേതാക്കന്മാര് അയാൾ എന്തോ രഹസ്യം പാർട്ടിക്കാരെ കുറിച്ച്, അവർ നടത്തിയ തട്ടിപ്പിനെ കുറിച്ചുള്ള രഹസ്യം പുറത്തുവരും എന്ന് മനസ്സിലായപ്പോൾ അയാളെ ഒരു കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി SHO ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച് അയാൾ മരണകാരണമായി എന്ന് കുടുംബം അവര് പരാതി കൊടുത്തിട്ട് പോലും ആ പരാതി പോലും പാർട്ടിക്കാർ കൊടുത്തില്ല. പത്തനംതിട്ട ജില്ലയിലൊക്കെ ക്രിമിനലുകളാണ് പോലീസ് സ്റ്റേഷനുകൾ ഭരിക്കുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇതിനൊന്നും ഒരു നടപടിയെടുക്കാതെ ഇത്രയും ദിവസമായിട്ട് മൌനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. എന്നിട്ട് വേറെ ആളാണ് മറുപടി പറയണത്. മറുപടി നിങ്ങളാണ് പോലീസ് വകുപ്പ്, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾ മറുപടി പറയണം. പിണറായി വിജയൻ മറുപടി പറയണം. നിങ്ങൾ സ്റ്റാലിൻ ചമയണ്ട കേരളത്തിൽ. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ഇത് ജനാധിപത്യ കേരളമാണ്. നിങ്ങൾ സ്റ്റാലിൻ ചമയണ്ട എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ഗവൺമെന്റ് ഞങ്ങൾ ഇതിനു മുമ്പ് നിയമസഭയിൽ കൊണ്ടുവന്നതാണ്. ലോകത്തുള്ള എല്ലാ അസുഖവും കേരളത്തിലുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ ആരോഗ്യവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ അമീബിക് മസ്തിഷ്ക ജ്വരം എന്താണ് ചെയ്യേണ്ടതെന്ന് സർക്കാർ യാതൊരു പിടിയില്ല. എത്ര പേര് മരിച്ചെന്ന് സർക്കാരിന് അറിയില്ല. എന്താണ് രോഗകാരണങ്ങളെന്ന് അറിയില്ല. ഈ രോഗം എങ്ങനെയാണ് പിടിപെടുന്നതെന്ന് അറിയില്ല. ഇത് ജലജന്യ രോഗമാണോ, ഇത് ചെളി കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ആളുകൾ മുങ്ങിക്കുളിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അപകടമാണോ, എന്താണ് എന്ന് പറഞ്ഞ് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ 6 പേര് ഈ മാസം മരിച്ചു. ഇപ്പൊ 16 പേര് മരിച്ചു അമീബിക് മസ്തിഷ്ക ജ്വരം കൊണ്ട്. എന്താണ് രോഗകാരണം, എന്താണ് രോഗലക്ഷണം, രോഗം വരാനുള്ള സാധ്യത എന്താണ്? എന്തിനാണ് ആരോഗ്യവകുപ്പ്? വെറുതെ അല്ലല്ലേ ഞങ്ങൾ പറഞ്ഞത് ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ്. ഒന്നും പറയാനില്ല. ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തണ്ടേ? ഇത്രയും ആളുകൾ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻസെക്യൂരിറ്റി എന്താണ്, അരക്ഷിതബോധം എന്താണ്? ആളുകളുടെ മനസ്സിൽ പേടിയല്ലേ? കുഞ്ഞുങ്ങൾക്കൊക്കെ വരുവാണ്, പേടിയാണ് ആളുകൾക്ക്. അപ്പൊ അവരോട് ഇതാണ് അസുഖം, ഈ അസുഖം സൂക്ഷിക്കണം, ഇന്ന മുൻകരുതലുകൾ എടുക്കണം, ശ്രദ്ധിക്കണം എന്ന് ജനങ്ങളോട് പറയണ്ടേ? ഒരു ബോധവൽക്കരണം നടത്താൻ പോലും ഇല്ലാത്ത ഒരു ആരോഗ്യവകുപ്പ് എന്തിനാണ് കേരളത്തിൽ? ഈ ഗവൺമെന്റ് എവിടേക്കാണ് പോകുന്നത്? എന്താണ് ഇവർ ചെയ്യുന്നത്? ഈ ഗൌരവതരമായ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കാര്യത്തിൽ സർക്കാർ ഇടപെട്ട് ജനങ്ങളുടെ സംശയങ്ങൾ കരുതി വരുത്തി, ഇല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നോ വേറെ എവിടെ നിന്നെങ്കിലോ ഗൌരവമായിട്ടുള്ള അന്വേഷണം നടത്തി കേന്ദ്രത്തിന്റെ കൂടി സഹായത്തോടുകൂടി എന്താണ് ഈ ജ്വരം വരാനുള്ള കാര്യം എന്ന് അന്വേഷിച്ച് അതിനുവേണ്ട ബോധവൽക്കരണ പരിപാടികൾ നടത്തി പ്രതിരോധ നടപടികൾ സ്വീകരിച്ച് ഇതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഗവൺമെന്റ് അല്ലേ അത് ചെയ്യേണ്ടത്? വേറെ ആർക്കെങ്കിലും പ്രൈവറ്റ് ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഗവൺമെന്റ് അത് ചെയ്യണം. ഗവൺമെന്റ് ജോലിയാ, അത് ചെയ്യുന്നില്ല. ഇല്ല, ഞങ്ങൾ ആരും അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ അതിനെക്കുറിച്ച്. കോൺഗ്രസിലെ ഒരാളും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അതാണ് വിവരം. ബാക്കി കാര്യത്തെക്കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. അല്ലാതെ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല. അതിന്റെ അകത്ത് രണ്ടഭിപ്രായത്തിന്റെ പ്രശ്നമില്ല. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കയറി വല്ലത് എഴുതിയെന്നും മറുപടി പറയേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കാർക്കില്ല. പാർട്ടിയുടെ നേതാക്കന്മാരോ ആരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കും. അത് KPCC പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. അത്രയല്ലോ. അല്ല, അത് അറിയിക്കും, അദ്ദേഹം അറിയിക്കും. അദ്ദേഹം സസ്പെൻഡ് ചെയ്ത്, അദ്ദേഹം പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല, പാർട്ടിയുടെ ഭാഗമല്ല. സസ്പെൻഡ് ചെയ്ത് പാർട്ടിക്ക് പുറത്താണ്, പാർലമെന്ററി പാർട്ടിക്കും പുറത്താണ്. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിലില്ല.
അറിയാലോ, ക്ലിയർ അല്ലേ? KPC പ്രസിഡന്റ് അന്ന് അത് ഈ അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതെല്ലാവരും കൂടി ആലോചിച്ച്, ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ടതോ KPC പ്രസിഡന്റ് ഒറ്റയ്ക്ക് പറയേണ്ടതല്ല, എല്ലാവരുമായിട്ട് ആലോചിച്ച് KPC പ്രസിഡന്റ് ഉചിതമായ തീരുമാനം പ്രഖ്യാപിക്കും. അന്നും അങ്ങനെയല്ലേ ചെയ്ത് എല്ലാ നേതാക്കന്മാരുമായിട്ട് കൂടി ആലോചിച്ചു ഏകകണ്ഠമായൊരു തീരുമാനം പ്രഖ്യാപിച്ചു. പിന്നെ സോഷ്യൽ മീഡിയയിൽ പലതും വായി തോന്നാനൊക്കെ ഓരോരുത്തരും എഴുതി വെക്കണേ, നമ്മളെങ്ങനെ മറുപടി? സർക്കാർ ഇത് 10ാം വർഷമായപ്പോ പാനിക്കായിരിക്കാം. തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി തുറച്ചു കാണും. നോക്കും, വലിയ തോൽവി, 100-ലധികം സീറ്റോടുകൂടി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. അപ്പൊ ഇതുവരെ 10 കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ, 9 കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ അയ്യപ്പനോടുള്ള ഭക്തി അപ്പൊ നോക്കിയപ്പോ വിചാരിച്ചു അത് വേറെ തരത്തിൽ ചിത്രീകരിക്കപ്പെടും. അന്നാ ന്യൂനപക്ഷങ്ങള് അവർക്ക് വേണ്ടിയിട്ട് വേറെ സംഗമം. ഇതെന്താ, ഇതെന്ത് പാർട്ടിയാണ്, എന്ത് സർക്കാരാണിത്? അതാ പിന്നെ എല്ലാ മതങ്ങളുടെയും എല്ലാ ജാതികളുടെയും ഉപജാതികളുടെയും ഒക്കെ സംഗമം നടത്തി. എന്താ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഗവൺമെന്റിന്റെ പർപ്പസ്? എന്താണ്? എന്ത് സെമിനാർ? ഇതൊക്കെ 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാ. അടുത്ത മാസം ലോക്കൽ ബോഡി പ്രഖ്യാപിക്കും അല്ലേ? അത് കഴിഞ്ഞാൽ ഉടനെ മറ്റേ തെരഞ്ഞെടുപ്പായി. ഇനി ഒന്നും ചെയ്യാനുള്ള സമയമില്ലല്ലോ. ഇപ്പോഴാണ് സെമിനാർ, ഇപ്പോഴാണ് കോൺക്ലേവ്. ഞങ്ങൾ കോൺക്ലേവ് നടത്തുന്നുണ്ട്, ആരോഗ്യ കോൺക്ലേവ് നടത്തി, ഹയർ എഡ്യൂക്കേഷൻ നടത്തി. എന്തിനാ? ഞങ്ങൾ അധികാരത്തിലേക്ക് തിരിച്ചു വരും. അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഗവൺമെന്റിനെ വിമർശിക്കുക മാത്രമല്ല, ഗവൺമെന്റ് പരാജയപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറയും. അതിനാണ് ഞങ്ങൾ നടത്തുന്നത്. ഇവരെന്തിനാ നടത്തുന്നത്? ഇവർ ഇതുവരെ ഉണ്ടായിരുന്നത് പരാജയം വിലയിരുത്താൻ വേണ്ടിയിട്ടാണോ? അവസാന സമയത്ത് ന്യൂനപക്ഷ സംഗമം, അയ്യപ്പ സംഗമം, ഇങ്ങനെ തമാശയാക്കല്ലേ? ഭരണം എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തമുള്ള സംഭവമാണ്. അവസാനം പിണറായി വിജയനും കൂട്ടരും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇപ്പൊ തന്നെ ആയി പരിഹാസപാത്രമാവും. ന്യൂനപക്ഷ സംഗമം, അയ്യപ്പ സംഗമം, ഇങ്ങനെ പരിപാടിയൊക്കെ നടത്തി ഇനി ഓരോ ജാതി ഉപജാതിയും തിരിച്ച് സംഗമം. തിരുവനന്തപുരത്ത് മാലമോഷണ കേസിൽ പോലീസിന്റെ വീഴ്ച സമ്മതിക്കുന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. വ്യാപകമായിട്ട് പോലീസിനെ കുറിച്ചുള്ള അതിക്രമങ്ങൾ വരികയാണ്. നിരപരാധികളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുന്ന നിരവധി സംഭവങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, 14 ജില്ലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ് പോലീസിന്റെ ക്രൂരത. എന്നിട്ട് മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല. അവര് തമ്മിലൊക്കെ പരസ്പര വടംവലികളാണ്. മനസ്സിലായില്ലേ? ഇതൊന്നും പോലീസിന് ഒരു ഹൈറാർക്കി ഉണ്ട്. ശരിക്കും പോലീസ് ഒരു ഫോഴ്സാണ്. അത് DGP മുതൽ താഴെയുള്ളൊരു പോലീസുകാരൻ വരെയുള്ള ഒരു സംവിധാനമാണ്. ഒരു ഫോഴ്സ് നിലനിൽക്കുന്നത് ആർമി ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയാലും പോലീസ് ആയാലും CRPF ആയാലും ഒരു ഫോഴ്സിന്റെ ഒരു ഹൈറാർക്കി ഉണ്ട്, ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഫംഗ്ഷൻ ചെയ്യുന്നില്ല എന്ന് ആദ്യം കേരളത്തിൽ പറഞ്ഞ ആള് ഞാനാ. അത് ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിൽ പോലീസ് ഫെയിൽ ചെയ്യും. ഒരു ഫോഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലല്ല കേരള പോലീസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതിനെ ഉപജാപക സംഘങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി. അവർ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് ഇദ്ദേഹം വിശ്വസിക്കുകയാണ്. ആ ഉപജാപക സംഘമാണ് ഈ കേരളത്തിലെ പോലീസിനെ സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസ് എന്ന് അഭിമാനത്തോടുകൂടി നമ്മളെല്ലാം പറഞ്ഞിരുന്ന കേരള പോലീസ് സ്റ്റാലിന്റെ ഗുലാഗിലെ പോലീസായി മാറി. ഫിറോസിന്റെ വിഷയത്തിൽ എന്താണ് ആരോപണങ്ങൾ? പലരും പല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. വീണ്ടും ഗൌരവതരമായ ഒരു ആരോപണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിനെതിരായിട്ട് ഗൌരവതരമായ ഒരു ആരോപണം ഉള്ളതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിഷേധിക്കാതിരിക്കുന്നതും എന്തുകൊണ്ടാണ്?